അപ്പോൾ ഇവിടെ വരാൻ വലിയ പണിയൊന്നുമില്ല, ലൊക്കേഷൻ ഇട്ടാൽ മതി. ഞാൻ മാക്സിമം ലൊക്കേഷൻ ഇടാതാണ് ഞാൻ വരുന്നത് കേട്ടോ. കാര്യം എനിക്ക് ഒരുപാട് ആൾ സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലൊക്കേഷൻ ഇട്ട് വരാത്തത്. റോച്ചും പറഞ്ഞും കേട്ടൊക്കെയാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഇതാണ് സംഭവം. ഇവിടെ കുളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ നമ്മുടെ യാത്രകൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. കൊടൈക്കനാലിലെ എല്ലാ കാഴ്ചകളും കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഗുണ കേവ് അങ്ങനെ കുറച്ച് 3-4-5 ലിസ്റ്റുകൾ തന്നിട്ടുണ്ട്. ആ സ്ഥലത്തെല്ലാം നമ്മൾ പോയി വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. കാഴ്ചകൾ കാണാം, സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോസ് കാണാം കേട്ടോ. ഞാൻ റൂമിൽ പോയിട്ട് റൂമിൽ നിന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ എടുക്കട്ടെ, ബാഗും അതും ഇതൊക്കെ. നീ എനിക്കേ പേടി, എന്നെ കണ്ട് നീ പേടിക്കാതെ അവിടേക്കാ. ഓക്കെ, നമുക്ക് എല്ലാ സ്ഥലത്തും പോവാം. ഓക്കെ, ഒരു 6-7 സ്ഥലമുണ്ട്. എല്ലാവരും നടന്നും ലിഫ്റ്റ് അടിച്ചൊക്കെ യാത്ര ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിന്നലെ ഒരു റൊമാൻസ് ഷൂട്ട് ചെയ്ത പള്ളി ഇതാണ്. അപ്പം നമ്മൾ രാവിലെ യാത്രയ്ക്ക് ഗുണ കേവ് അവിടെ എല്ലാം പോകണം കേട്ടോ. മറ്റേ മഞ്ഞമേൽ ബോയ്സ് എല്ലാം വന്നപ്പോൾ താമസിച്ചത് നമ്മുടെ അച്ചായൻ്റെ അവിടെയാണ് കേട്ടോ. അച്ചായനാണ് സൗകര്യം ഒരുക്കി കൊടുത്തത്. പണ്ടത്തെ അച്ചായൻ്റെ റെസ്റ്റോറൻറ്റ് ഇതിൻ്റെ തൊട്ട് താഴെയായിരുന്നു. ഇപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് റൂമാക്കി അവർ കേട്ടോ. ഇവിടേക്ക് വന്നതായിട്ട് എനിക്കൊരു ഓർമ്മ. ഞാനൊന്ന് കൈ കാണിച്ചോളാം. ലിഫ്റ്റ് ഇടുമോ അണ്ണാ? ഫയർ ഫാൾസ്, വെരി ഫാൾസ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ ആദ്യം ലിഫ്റ്റ് കിട്ടിയാണോ? പേരെങ്ങനെയാണ് എൻ്റെ പേരുണ്ട്? അത് രാവിലത്തെ യാത്ര. എൻ്റെ ഫാൾസിൻ്റെ നെയിം എന്താണ്? വെരി ഫാൾസിലേക്കുള്ള യാത്രയാണ്. ഓക്കെ അണ്ണ അതുവരെ ഇല്ല, എന്നെ അതിന് മുമ്പിട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു. മതി, നമുക്ക് അവിടെ നിന്ന് വീണ്ടും ലിഫ്റ്റ് അടിച്ച് നടന്നു. ഓക്കെ, ഡോൾഫിൻ നോസ് ഇവിടെ എല്ലാം പോകണം നമുക്ക്. അതും എൻ്റെ റൂട്ട് തന്നെയാണ്. അത് സെയിം റൂട്ടാണ്. ഗുണ കേവ് എൻ്റെ റൂട്ട് തന്നെയാണ്. ഒരേ റൂട്ട്. ഓക്കെ. അപ്പം എല്ലാം ഇന്ന് നമ്മുടെ ഈ റൂട്ട് ഫുള്ള് കാണാൻ പോകും. ഇവിടെ നിന്ന് നമുക്ക് ഡോൾഫിനിലേക്ക് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം. ഡോൾഫിൻ തിരിച്ച് അതേ സെയിം പ്ലേസ് അവിടെ പോകണം അല്ലേ? നമ്മൾ ആ എക്സിറ്റ് എടുത്ത് ഇങ്ങോട്ട് വന്ന ഭാഗത്ത് ലെഫ്റ്റ് പോകണം അല്ലേ? ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് കേട്ടോ പോകേണ്ടത്. അപ്പം പുള്ളിക്ക് പണി അവിടെയാണ്, എന്നെ ആക്കാൻ വേണ്ടി ഇവിടെ വന്നതാണ് കേട്ടോ, പാവം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ ഇതാണ്. ഇവിടെ നിന്ന് 5 മിനിറ്റ് നടക്കണമെന്നാണ് പറഞ്ഞു. നടക്കാം. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊടൈക്കനാലൊന്നും ഞാൻ വന്നിട്ടില്ല കേട്ടോ, സത്യം. അപ്പോൾ ഇത് ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ കാണണം കേട്ടോ. ഇവിടെ വരുമ്പോഴത്തേക്കിനൊക്കെ നമുക്ക് നോക്കാം എങ്ങനെയുള്ള സ്ഥലങ്ങളാണെന്ന് നോക്കാം. ഇതൊക്കെ ചെറിയ വില്ലാസാണ്, ആൾക്കൊക്കെ താമസിക്കാൻ പറ്റിയതാണ്. മരത്തിൻ്റെ തൊട്ട് താഴെയാണ് നിൽക്കുന്നത്. വീഴുമോ? വീഴാതിരിക്കട്ടെ, ആർക്കൊന്നും പറ്റാതിരിക്കട്ടെ. ഓക്കെ, നമുക്കിനി പോകാം. പോകുന്ന വഴിക്കുള്ളൊരു വ്യൂ കണ്ടില്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ലൂക്കാലിയുടെ മരങ്ങളും അതിൻ്റെ മണവും അടിപൊളിയാണ്. നമ്മളിങ്ങനെയാണോ വന്നത്? ഇപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ ഗേറ്റാണോ പറഞ്ഞത് അറിയത്തില്ല എനിക്ക്. ഇതുവഴിയാണോ? നോക്കാം. കുതിര കയറിയിട്ടേക്കുന്നത്. നമ്മളിങ്ങനെ എത്താറായി. ഇവിടെയൊക്കെ കുതിര കഷ്ടങ്ങളാണ്. അയ്യോ, ഗേറ്റ് ക്ലോസ് ആണല്ലോ. അതാണ്. അയ്യോ, ഇവരെല്ലാം എങ്ങനെ എത്തി അവിടെ? വന്ന വഴി പറ്റിയോ?
അതാണ് ഫാൾസ്. അങ്ങോട്ട് പോവാം. കുതിര 2 എണ്ണം. ഹായ്. കുളമ്പടിയുടെ സൗണ്ടാണ് കേട്ടോ. ബൈ ബൈ. കുതിരകൾ, ഈ കുതിരകളൊക്കെയാണ് ഇവർ വൈകിട്ട് ഇവിടെ ഹോഴ്സ് റൈഡിനെ കൊണ്ടുപോകാൻ നടക്കാനായിട്ട്. ആ സാധനമാണ് ഇതിൻ്റെ കൂടാണ് കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് കുതിരയെ കൊണ്ടുവരുന്നവർ. ബൈക്കിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരും. കുളം പഠിക്കൂ കുതിരേ. ഞാൻ പോട്ടെ. ആ വഴി പോയി ഞാൻ ഈ ഗേറ്റ് കണ്ടില്ല. ഇതുവഴിയാണ് ഇവിടെ പോകേണ്ടത്. ഈ ഒരു ഗേറ്റാണ് കേട്ടോ. ഈ ഗേറ്റിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു വഴിയുണ്ട്. ആ വഴി പോയാൽ മതി. അതുകൊണ്ട് നമുക്ക് 2 കുതിരകളെ കാണാൻ പറ്റി. കണ്ണാടി വെച്ചിട്ടും കണ്ണിലൊരു എന്തോ വീണു. ഓ, കണ്ണി എന്തോ വീണല്ലോ. കണ്ണാടി വെച്ചേക്കാം. ഓക്കെ, പോകാം ഫാൾസിലേക്ക് പോകാം. അങ്ങനെ ഫൈനലി നമ്മൾ ഫാൾസിലെത്തിയിരിക്കുന്നു. ഇവിടെ ഒരു റൗണ്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ആളുകൾക്ക് ഇങ്ങനെ പോയിട്ട് പോകാനായിട്ടുള്ള സെറ്റപ്പിലൊക്കെ. ഫാൾസ് ചെറിയൊരു വെള്ളച്ചാട്ടം. കൊള്ളാം. കണ്ടില്ലേ? ഇതാണ് ആ ഫാൾസ്. ഇപ്പോൾ ഇവിടെ വരാൻ വലിയ പണിയൊന്നുമില്ല. ലൊക്കേഷൻ ഇട്ടാൽ മതി. ഞാൻ മാക്സിമം ലൊക്കേഷൻ ഇടാതാണ് ഞാൻ വരുന്നത് കേട്ടോ. കാര്യം എനിക്ക് ഒരുപാട് ആൾ സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ലൊക്കേഷൻ ഇട്ട് വരാത്തത്. ചോദിച്ചും പറഞ്ഞും കേട്ടൊക്കെയാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഇതാണ് സംഭവം. ഇവിടെ കുളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കുളിക്കാനൊന്നും പറ്റത്തില്ല, ജസ്റ്റ് കാണാം, ഫോട്ടോ എടുക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഫോട്ടോ ഷൂട്ടിങ് നടക്കുന്നുണ്ട്. വെഡ്ഡിങ് ഫോട്ടോ ഷൂട്ടിങ് ആണെന്ന് തോന്നുന്നു. അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് തോന്നുന്നു. അവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ ഗേറ്റൊക്കെ തുറന്ന് പോവാണ്. അത് എന്തൊക്കെയോ കൃഷിയാണ്, എന്തോ മരങ്ങൾ വെച്ച് നട്ടുപിടിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ പോവാണ്. എനിക്ക് ജാക്കറ്റ് ഇട്ട് സത്യം പറഞ്ഞാൽ രാവിലെ ചൂടെടുക്കുന്നു. ജാക്കറ്റ് മാറ്റണം. വേറൊരു ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ അതുപോലെ തന്നെ നമസ്കാരം 12:50 നമ്മളവിടെ തിരിച്ചു പോകണം. അവിടെ ടിക്കറ്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആണ്. ചെറിയൊരു വെള്ളച്ചാട്ടം കാണാം നിങ്ങൾക്ക് കേട്ടോ. ഫാമിലീസ് പിള്ളേരൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് കണ്ടിരിക്കാമല്ലോ പുതിയ സ്ഥലങ്ങളൊക്കെ. ഓക്കെ, പള്ളി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് റൈറ്റ് പോകുമ്പോൾ പള്ളിയാണെന്നാണ് പറഞ്ഞത്. 12:50 നമസ്കാരം എന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം, ടൈം നോക്കാം. നോക്കിയിട്ട് അങ്ങനെ റോഡിലാണുള്ളത് കേട്ടോ. അപ്പം മറ്റേ ബൈക്കിൽ നേരത്തെ പോയ ഫാമിലീസ് എൻ്റെ ചാനലൊക്കെ ചോദിച്ചു ഏതാണെന്നുള്ളത്. അപ്പം ഞാൻ എന്താണ് നിങ്ങൾക്ക് ചോദിച്ചത് എന്നാ இங்கே மஸ்ஜித் எங்கே இருக்குண்ணா? மஸ்ஜித் 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ അവിടെ പള്ളിയിൽ. അപ്പോൾ പള്ളിയിൽ പോവാം. ഞാൻ ജാക്കറ്റ് ഊരട്ടെ. എനിക്കാണെങ്കിൽ ചൂടെടുത്തിട്ട് വയ്യ. ഇവിടെ തണുപ്പെന്ന് പറഞ്ഞു. നടന്ന് യാത്ര ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അങ്ങനെ ജാക്കറ്റ് ഇട്ട് കേട്ടോ. ഒരു രക്ഷയില്ല, ഭയങ്കര ചൂട്. ആ ജാക്കറ്റ് രാത്രിയിൽ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പം ഇത്ര ചൂടില്ല, തണുപ്പില്ല. ഓക്കെ, അപ്പം ഇവിടുന്ന് ഇനി നമുക്ക് വന്ന വഴിയെ പോകാം. പോയിട്ട് പള്ളിയുടെ ടൈം ആകുമ്പോൾ അവിടെ പോയി. ഇനി ഒരു 50 മിനിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, എൻ്റെ ആളുടെ അടുത്ത് കേൾക്കാം. ഇവിടെ നിന്നാൽ ലിഫ്റ്റ് കിട്ടുമോ?